പാമ്പ് കടിയേറ്റാൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ പറയാം. കടിയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ നോക്കി വിഷമുള്ള പാമ്പാണോ ഇല്ലാത്ത പാമ്പാണോ എന്ന് തീരുമാനിക്കാൻ നിൽക്കരുത്. മൂർക്കൻ, വെള്ളിക്കട്ടൻ തുടങ്ങിയ പാമ്പുകളുടെ കടിയേറ്റാൽ മുറിവ് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വിഷമുള്ള പാമ്പുകൾ പലതവണ കടിച്ചാൽ 2ൽ കൂടുതൽ മുറിവ് അടയാളങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാമ്പുകൾ കടിക്കുമ്പോൾ എല്ലാ പല്ലുകളും അമർന്നു പതിയണമെന്നും നിർബന്ധമില്ല. കടിക്കുന്ന സമയത്ത് ശരീരം ചലിക്കുന്നത് കൊണ്ട് തന്നെ മുറിവിൻ്റെ ആകൃതി വ്യത്യാസപ്പെട്ടിരിക്കാനും ചിലപ്പോൾ പോറലുകളായിട്ട് മാറാനുമുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നിരവധി സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ മുറിവ് അടയാളങ്ങൾ നോക്കി പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് സൗകര്യമുള്ള ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടണം. അതുപോലെ തന്നെ വിഷക്കല്ല് വയ്ക്കുക, പച്ചമരുന്ന് കഴിച്ച് നേരം കളയുക തുടങ്ങിയ അശാസ്ത്രീയമായ കാര്യങ്ങൾക്കായി സമയം കളയരുത്. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വളരെയധികം വിലയേറിയതാണ്. അതേപോലെ തന്നെ ഈ സമയത്ത് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. മദ്യവും പുകയിലയിലെ നിക്കോട്ടിനും രക്തക്കുഴലുകളെ വികസിപ്പിച്ച് വിഷം വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിൽ കലരാൻ കാരണമാകും. ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന കൊഫീനും ഇതേപോലെ പ്രവർത്തിക്കും. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കി കളയാൻ ശ്രമിക്കരുത്. അണലി വർഗ്ഗത്തിലുള്ള പാമ്പുകളുടെ കടിയേറ്റാൽ രക്തം കട്ട പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാം. മുറിവുണ്ടാക്കിയാൽ വലിയ രീതിയിലുള്ള രക്തസ്രാവമായിരിക്കും ഫലം. മുറിവിൽ നിന്നും രക്തം വായ കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളയാൻ ശ്രമിക്കരുത്. വിഷം വലിച്ചെടുക്കുന്ന വ്യക്തിക്ക് വായിൽ ചെറിയ മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. മുറിവിൽ ഐസ് ഉപയോഗിക്കാൻ പാടില്ല. തീ കൊണ്ട് പൊള്ളലേൽപ്പിക്കാനും പാടില്ല. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ രക്തയോട്ടം കുറയ്ക്കാനായി മുറുക്കി കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇങ്ങനെ ചെയ്താൽ കടിയേറ്റ ഭാഗത്തേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടാനും ആ ഭാഗം ഉപയോഗശൂന്യമാവാനുള്ള സാധ്യത ഏറെയാണ്.